ഹോ, എന്തൊരു ചൂടാണല്ലേ! ഈ പൊള്ളുന്ന ചൂടിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ക്രീമി പ്രോട്ടീൻ റിച്ച് ഫൈബർ കണ്ടൻറ്റ് ഫ്രൂട്ട് സാലഡാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഒരു ഹാഫ് കുക്കുംബർ, അതുപോലെ തന്നെ ഒരു കഷ്ണം പച്ചമാങ്ങ, വാട്ടർമെലൺ, പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു ആപ്പിളാണ്, പിന്നെ ചെറുപഴം. ഏത് പഴം വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഞാനിവിടെ ചെറുപഴമാണ് ചേർത്തിരിക്കുന്നത്. ഇനി മാംഗോ ഫ്രൂട്ടിൻ്റെ ഒരു ക്യൂബ്സ് കുറച്ച് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളിടത്തോളം പോമിഗ്രാനൈറ്റും ചേർക്കാം. പിന്നെ ഒരു ടൊമാറ്റോയും കൂടി കട്ട് ചെയ്തിടുന്നുണ്ട്. ടൊമാറ്റോയും കുക്കുംബറും ഓപ്ഷനിലാണ്. ഫ്രൂട്ട് സാലഡിനും വെജ് സാലഡിനും ടൊമാറ്റോയും കുക്കുംബറും ചേർക്കുന്നത് കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മൾ ചേർക്കുന്നത് കാടമുട്ടയാണ്. കടയിൽ നിന്ന് കുറച്ച് കാടമുട്ട വാങ്ങി. കാടമുട്ട എല്ലാം തോലെല്ലാം ഇങ്ങനെ അമർന്ന് പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ 2-3 പുഴുങ്ങി ഈ സാലഡിൽ കൂടെ ചേർക്കുന്നുണ്ട്. കാടമുട്ട ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ കോഴിമുട്ട 2 ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ യോക്ക് നമ്മൾ ആ സാലഡിൽ കൂടെ കട്ട് ചെയ്തിടാം. എഗ് വൈറ്റ് നമുക്ക് ഡ്രസ്സിങ്ങിന് ആവശ്യമാണ്, അതവിടെ മാറ്റി വയ്ക്കാം. ഇനി 50 ഗ്രാം പനീർ ആദ്യം നല്ല വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം കുറച്ച് തിളച്ച വെള്ളത്തിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അതൊന്ന് കോരിയെടുക്കാം. എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് വാറ്റി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ച ഒരു 5-10 കാഷ്യൂനട്ട്, ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ എഗ് വൈറ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഗ്രീക്ക് യോഗട്ടാണ് കേട്ടോ. യോഗട്ട് നമുക്ക് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പുളിയില്ലാത്ത തൈരും നമുക്ക് വേണമെങ്കിൽ ഇതിൽ ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അത് നല്ല ക്രീമി ആയിട്ടുള്ള, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നമുക്കൊരു ഡ്രസ്സിങ് തയ്യാറായിട്ടുണ്ട്. അത് ഇനി ഫ്രൂട്ട്സിൻ്റെ മാത്രം മധുരം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ 2-3 ടീസ്പൂൺ നല്ല ഹണി നമുക്കിതിനകത്ത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഷുഗർ ഉള്ളവരാണെങ്കിൽ കൂടുതലും മധുരം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഹണി ഞാൻ ഇവിടെ ചേർക്കുന്നില്ല. അതിനും പകരം ഒരു ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡറും പിന്നെ ഒരു പിഞ്ച് സാൾട്ടും കൂടി ചേർത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല ക്രീമി ടെക്സ്ചറാണെന്ന്. പിന്നെ നമുക്ക് കാടമുട്ട, കുക്കുംബർ, ടൊമാറ്റോ ഇതെല്ലാം ഓപ്ഷനിലാണ് കേട്ടോ. പനീറും സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ കുറച്ച് ഹണിയും കൂടി ചേർത്ത് ഒരു ഡ്രസ്സിങ് നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കാവുന്നതാണ്. എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഫ്രൂട്ട് സാലഡാണ്. നമുക്ക് ഈ ചൂടിന് ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. ഈ നല്ല ചൂടിൽ ഇതുപോലെ ഫ്രൂട്ട് സാലഡൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള ജലാംശമൊക്കെ, ഡീഹൈഡ്രേഷനൊക്കെ ഇല്ലാതെ നിലനിർത്താനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ഫ്രൂട്ട് സാലഡ് ഒരു മസ്റ്റ് ഐറ്റം തന്നെയല്ലേ? അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണേ. കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യണം കേട്ടോ.